നമസ്കാരം. മെട്രോ മാറ്റിനിലേക്ക് സ്വാഗതം. നടിയെ ആക്രമിച്ച കേസിൽ കേരള ജനത ഉറ്റുനോക്കിയിരുന്ന വിധി വന്നത് ഡിസംബർ 8-നായിരുന്നു. കേസിലെ 8ാം പ്രതിയായിരുന്ന ദിലീപിനെ കോടതി കുറ്റവിമുക്തനാക്കി. നടന്റെ പേരിൽ ആരോപിക്കപ്പെട്ട ഗൂഢാലോചന എന്ന കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിയാതെ പോയതിനാലാണ് ദിലീപ് കേസിൽ നിന്നും കുറ്റവിമുക്തനാക്കാൻ കാരണം. നടനെ കോടതി വെറുതെ വിട്ടതോടെ രണ്ട് ഭാഗങ്ങളായി തിരിഞ്ഞ് കേരള ജനത അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോഴിതാ നടൻ ദിലീപിന്റെ സ്വകാര്യ വസതിയിൽ ഡ്രോൺ ഉപയോഗിച്ച് നിയമവിരുദ്ധമായി നിരീക്ഷണം നടത്തുകയും ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു എന്നാരോപിച്ച മാധ്യമങ്ങൾക്കെതിരെ പരാതി. ദിലീപിന്റെ സഹോദരി ജയലക്ഷ്മി സുരാജാണ് പരാതി നൽകിയിരിക്കുന്നത്. ആലുവ സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാർക്കാണ് പരാതി നൽകിയത്. റിപ്പോർട്ടർ TV, ഏഷ്യാനെറ്റ് ന്യൂസ് എന്നീ ചാനലുകൾക്കും മേധാവികൾക്കുമെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് പരാതിയിലെ ആവശ്യം. നടി ആക്രമിച്ച കേസിലെ വിധി പ്രഖ്യാപിച്ച 2025 ഡിസംബർ 8-ന് ആലുവയിലെ പത്മസരോവരം എന്ന വസതിയിൽ അതിക്രമിച്ചു കയറി ഡ്രോൺ ഉപയോഗിച്ച് സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉൾപ്പെടെയുള്ള സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിച്ചു എന്നതാണ് പരാതിയിൽ പറയുന്നത്. തങ്ങളുടെ വാസസ്ഥലം സ്വകാര്യ സ്ഥലമാണെന്നും പൊതുസ്ഥലമല്ല എന്നും ഇവിടെ മുൻകൂർ അനുമതി ഇല്ലാതെ ഡ്രോൺ നിരീക്ഷണം നടത്താനാകില്ല എന്നും പരാതിയിൽ പറയുന്നുണ്ട്. കേസിന്റെ വിധി പറയുന്ന ദിവസം ദിലീപ് വീട് വിട്ട് കോടതിയിലേക്ക് പോകുന്നതും തിരികെ വീട്ടിലേക്ക് വരുന്നതുമായ ദൃശ്യങ്ങൾ ഡ്രോൺ ഉപയോഗിച്ച് ചിത്രീകരിച്ചാണ് ചില മാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്തത്. ഇത് വീട്ടിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും സ്വകാര്യതയെ ഹനിക്കുന്നതാണ് എന്നാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഡ്രോൺ ഉപയോഗിച്ച് ദിലീപിന്റെ മാത്രമല്ല വീട്ടിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ദൃശ്യങ്ങൾ പകർത്തി സംപ്രേഷണം ചെയ്തു എന്നും പരാതിയിൽ പറയുന്നുണ്ട്. റിപ്പോർട്ടർ TVയിലെ സംപ്രേഷണത്തിനിടെ ഡ്രോൺ അയച്ചതിനെക്കുറിച്ച് മാധ്യമപ്രവർത്തകൻ തന്നെ പരാമർശിക്കുന്നുണ്ടെന്നും ഇത് ഈ കൃത്യത്തിലുള്ള തന്റെ പങ്ക് അദ്ദേഹം സമ്മതിക്കുന്നതിന് തുല്യമാണെന്നും ദിലീപിന്റെ സഹോദരി കൂട്ടിച്ചേർത്തു. വീട്ടിലെ അംഗങ്ങളുടെ സമ്മതമോ മുൻകൂർ അനുമതിയോ കൂടാതെയാണ് തങ്ങളുടെ വാസസ്ഥലത്തിന് മുകളിലൂടെ ഡ്രോൺ പ്രവർത്തിപ്പിച്ച് ദൃശ്യങ്ങൾ പകർത്തിയത്. തങ്ങളുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് അതിക്രമിച്ചു കയറാനും വാണിജ്യ ലാഭത്തിനുമായി നിയമവിരുദ്ധമായി ദൃശ്യങ്ങൾ ശേഖരിച്ച് സംപ്രേഷണം ചെയ്യാനുള്ള ദുരുദ്ദേശത്തോടെയാണ് ഡ്രോൺ ഉപയോഗിച്ചതെന്നും പരാതിയിൽ പറയുന്നുണ്ട്. റിപ്പോർട്ടർ TVയുടെയും ഏഷ്യാനെറ്റ് ന്യൂസിന്റെയും ഈ പ്രവർത്തികൾ തങ്ങളുടെ സ്വകാര്യതയെ ലംഘിക്കുന്നതാണെന്നും പരാതിയിൽ പറയുന്നു. നിയമവിരുദ്ധമായി പകർത്തിയ ദൃശ്യങ്ങൾ ശേഖരിക്കുകയും സംപ്രേഷണം ചെയ്യുകയും ചെയ്യുന്നതിലൂടെ അന്നേ ദിവസം വീട്ടിലുണ്ടായിരുന്ന സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരുടെ അന്തസ്സിനും സുരക്ഷതയ്ക്കും സൽപ്പേരിനും പരിഹരിക്കാനാകാത്ത ദോഷം സംഭവിച്ചിരിക്കുന്നുവെന്നും അതിനാൽ മേൽപ്പറഞ്ഞ വ്യക്തികൾക്കെതിരെ അന്വേഷണം നടത്തണമെന്നും ഡ്രോണുകൾ, മെമ്മറി കാർഡുകൾ, സ്റ്റോറേജ് ഡിവൈസുകൾ എന്നിവ പിടിച്ചെടുക്കണമെന്നും പരാതിയിലുണ്ട്. അതേസമയം കരിയറിൽ ദിലീപിന് ഇനിയൊരു തിരിച്ചുവരവ് സാധ്യമാകുമോ എന്ന ചോദ്യം സിനിമാ ലോകത്ത് ഉയർന്നിട്ടുണ്ട്. ഒരു കാലത്ത് മലയാള സിനിമയിലെ പ്രബല ശക്തിയായിരുന്ന ദിലീപിന് കരിയറിൽ കുറേ വർഷങ്ങളായി മോശം സമയമാണ്. 2017-ൽ നടി ആക്രമിക്കപ്പെട്ട കേസിന് ശേഷമാണ് ദിലീപിന് കരിയറിൽ വീഴ്ചയുണ്ടായത്. കേസും വിചാരണയും എല്ലാമായി 8.5 വർഷം കടന്നുപോയി. കേസിൽ കുറ്റവിമുക്തനാണെന്ന് കോടതി വ്യക്തമാക്കിയതിനാൽ ദിലീപ് ശക്തമായ തിരിച്ചുവരവ് നടത്തുമെന്ന് ആരാധകർ കരുതിയതാണ്. എന്നാൽ കോടതി വിധിക്ക് ശേഷം റിലീസ് ചെയ്ത ഭബബയ്ക്ക് സമ്മിശ്ര പ്രതികരണമാണ് ലഭിക്കുന്നത്. എവിടെയാണ് ദിലീപിനെ പിഴയ്ക്കുന്നത് എന്നാണ് പ്രേക്ഷകരുടെ ചോദ്യം. മികച്ച നടന്മാരിൽ ഒരാൾ തന്നെയാണ് ദിലീപ്. ഒരു കാലത്ത് താൻ കമ്മിറ്റ് ചെയ്ത സിനിമകൾ സാമ്പത്തിക വിജയം നേടുമെന്ന് ഉറപ്പാക്കിയിരുന്ന ബോക്സ് ഓഫീസ് മൂല്യമുണ്ടായിരുന്ന താരം. കുടുംബ പ്രേക്ഷകർക്ക് ദിലീപ് കഴിഞ്ഞിട്ടേ മറ്റൊരു നായകൻ ഉണ്ടായിരുന്നുള്ളൂ. ദിലീപിന്റെ വീഴ്ചയ്ക്ക് പല ഘടകങ്ങൾ കാരണമായി പറയുന്നുണ്ട്. പഴയ ഫോർമാറ്റിലുള്ള കഥകൾ തെരഞ്ഞെടുക്കുന്നതാണ് പ്രശ്നമെന്നാണ് വിമർശനം. നടി മഞ്ജു വാര്യരുടെ ചില ആരാധകർക്ക് മറ്റൊരു വാദമുണ്ട്. മഞ്ജു വാര്യരുടെ മുൻ ഭർത്താവാണ് ദിലീപ്. വിവാഹമോചനത്തിന് ശേഷം മഞ്ജുവിനൊപ്പം പത്മസരോവരത്തിൽ നിന്നും പടിയിറങ്ങിയത് ദിലീപിന്റെ സൗഭാഗ്യങ്ങളുമാണെന്നാണ് വാദം. മഞ്ജു വാര്യരെ വിവാഹം ചെയ്യുന്ന സമയത്ത് ദിലീപ് താരമല്ല, വലിയ വിജയങ്ങളുമില്ല. എന്നാൽ മഞ്ജു ഭാര്യയായതോടെ ദിലീപിനെ സൗഭാഗ്യങ്ങൾ ഓരോന്നായി തേടിയെത്തി. സൂപ്പർ ഹിറ്റുകൾ, താരമൂല്യം, കുമിഞ്ഞുകൂടിയ പണം എന്നിവയെല്ലാം ഇതിൽപ്പെടുന്നു. മഞ്ജുവുമായി അകന്ന ശേഷം ദിലീപിന് ഫ്ലോപ്പുകൾ തുടരെ വന്നു. 2013 മുതലാണ് മഞ്ജു ദിലീപ് അകൽച്ച രൂക്ഷമായതെന്നാണ് വിവരം. ഈ വർഷം മുതൽ ഇങ്ങോട്ട് ദിലീപിന് നിരവധി ഫ്ലോപ്പുകളുണ്ട്. എന്നാൽ ദിലീപ് മഞ്ജു ആയിരുന്നു തന്റെ ഭാഗ്യമെന്ന് പറഞ്ഞിട്ടില്ല. വിവാഹമോചനത്തിന് ശേഷം നൽകിയ അഭിമുഖത്തിൽ ഈ വാദത്തെ തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട്. ആളുകൾക്ക് എന്താണ് പറയാൻ പാടില്ലാത്തത്? ഭാഗ്യമില്ല എന്നൊന്നും ഞാൻ പറയില്ല. ഫ്ലോപ്പുകളും ഹിറ്റുകളും സൂപ്പർ ഹിറ്റുകളും ഒരുപാട് സംഭവിച്ചിട്ടുള്ള ആളാണ് ഞാൻ. അതിനാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വിശ്വസിക്കുന്നില്ല. വീട്ടിൽ ഒരാളുള്ളത് കൊണ്ട് നമ്മൾ ജോലിക്ക് പോകണ്ടേ? ഭാഗ്യം തനിയെ വരുമെന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. നല്ല സിനിമകൾ ഉണ്ടാകുന്നതാണ് ഭാഗ്യമായി ഞാൻ കാണുന്നതെന്നും അന്ന് ദിലീപ് പറഞ്ഞു. അതേസമയം ദിലീപ് ഭാഗ്യത്തിലും ശകുനത്തിലും ജ്യോതിഷത്തിലും എല്ലാം വലിയ വിശ്വാസമുള്ള ആളാണെന്ന് സഹപ്രവർത്തകരിൽ പലരും പറഞ്ഞിട്ടുള്ളത്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന് വേണ്ടി നിരന്തരം
നിരന്തരം സംസാരിച്ച ആളാണ് സജി നന്ദ്യാട്ട്. കേസിന് പിന്നിൽ ദിലീപിനെ കുടുക്കാനുള്ള ശ്രമമാണെന്നാണ് സജി നന്ദ്യാട്ട് പറയുന്നത്. ഇതേക്കുറിച്ച് സജി നന്ദ്യാട്ട് പറഞ്ഞ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നുണ്ട്. ഈ കേസിൽ നടന്ന യഥാർത്ഥ ഗൂഢാലോചന എനിക്കറിയാം, പക്ഷേ ഞാൻ ആരോടും പറയില്ല. എന്നോടൊപ്പം മണ്ണിൽ ചേരും. മുഖ്യമന്ത്രിയോ ചീഫ് ജസ്റ്റിസോ ചോദിച്ചാൽ പറയും. ദിലീപിനെ കുടുക്കിയതാണ് നാദിർഷ. ഒരു രാത്രിയിൽ എന്നെ വിളിക്കുന്നു. എനിക്ക് നാദിർഷയുമായ ഒരു ഇന്റിമസിയും ഇല്ല, ഇപ്പോഴില്ല. അന്ന് നാദിർഷ എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞു. നാദിർഷ ഇത്രയും നല്ല വ്യക്തിയാണെന്ന് ഞാൻ അന്നാണ് ഓർത്തത്. നടി ആക്രമിക്കപ്പെട്ടതിന് മുൻപ് അമേരിക്കയിൽ ഒരു ഷോ ഉണ്ടായിരുന്നു. അതിജീവിതയുടെ മാതാപിതാക്കൾക്ക് അന്ന് വിസ കിട്ടിയില്ല. മകളെ നോക്കണേ എന്ന് അവർ നാദിർഷയോടും ദിലീപിനോടും പറഞ്ഞു. അങ്ങനെ അമേരിക്കയിലെ പല പ്രോഗ്രാമുകളിൽ പോകുമ്പോഴും അതിജീവിത ഹോട്ടൽ മുറിയിൽ കയറി എന്നുറപ്പിച്ചിട്ടേ ഇവർ പോകാറുള്ളൂ. അത്രയും വാത്സല്യത്തോടെ നോക്കി മാതാപിതാക്കൾ നമ്മളെയാണ് ഏൽപ്പിച്ചത്. സഹോദരിയെ പോലെ ശ്രദ്ധിക്കണമെന്ന് ദിലീപ് നാദിർഷയോട് പറഞ്ഞിരുന്നു. ദിലീപിന് അങ്ങനെ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ അമേരിക്കയിൽ വെച്ച് ചെയ്യാം. നാദിർഷയെ ചോദ്യം ചെയ്തു. എന്നാൽ ദിലീപിനെതിരെ ഒന്നും തെളിവായി ലഭിച്ചില്ല എന്നും സജി നന്ദ്യാട്ട് പറയുന്നുണ്ട്. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.